നമ്മളെപ്പോഴും കൊളസ്ട്രോൾ ഇപ്പോൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അപ്പം കൊളസ്ട്രോൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ സുപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കാൻ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ശരീരത്തിലെ 80% കൊളസ്ട്രോളും ലിവറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും 20% കൊളസ്ട്രോൾ മാത്രമാണ് നമുക്ക് ആഹാരത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം കൊളസ്ട്രോളിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കോശങ്ങളുടെ സ്തരങ്ങൾ നിർമ്മിക്കാനായിട്ട് വളരെ അത്യന്താപേക്ഷിതം വേണ്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. അതേപോലെ ഹോർമോൺ പ്രൊഡക്ഷൻ, ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ കാണുന്ന എസ്ട്രജൻ, പ്രൊജസ്ട്രോൺ മുതലായിട്ടുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, അതേപോലെ ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽസിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ, അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ, ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിന് വളരെ അത്യന്താപേക്ഷിതം വേണ്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ വൈറ്റമിൻസ്, ഇപ്പം ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിൽ അതിലും പ്രധാനമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷന് വളരെ പ്രധാനപ്പെട്ട വേണ്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. അപ്പോൾ നമ്മൾ കൊളസ്ട്രോളിനെ എപ്പോഴും നമ്മളൊരു വില്ലൻ കാറ്റഗറിയിലാണ് പെടുത്താറുള്ളത്. പക്ഷേ ഇതൊരു വില്ലനെക്കാട്ടിലുപരി നമ്മുടെ ശരീരത്തിൽ സുപ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ നമുക്ക് എപ്പോഴും അറിയാം, ചീത്ത കൊളസ്ട്രോൾ എന്നും നല്ല കൊളസ്ട്രോൾ എന്നും രണ്ട് തരത്തിൽ പറയാറുണ്ട്. അതിൽ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL കൊളസ്ട്രോളിനെയാണ് നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലൂടെ ലിപ്പോപ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ടുള്ളതാണ് HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീനിൻ്റെ അളവ് കൂടുതലും കൊഴുപ്പിൻ്റെ അളവ് കുറവുമായിരിക്കും. ഈ HDL കൊളസ്ട്രോളിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ കരളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോളാണ് HDL എന്ന് പറയാനുള്ള കാരണം അതാണ്. LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലും പ്രോട്ടീനിൻ്റെ അളവ് കുറവുമാണ്. ഈ ഒരു കൊളസ്ട്രോൾ ഇതിൻ്റെ പ്രധാന ജോലി നമ്മുടെ കരളിലുണ്ടാകുന്ന കൊളസ്ട്രോളിനെ രക്തധമനികളിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം LDL കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിലെ ധമനികളുടെ എൻഡോത്തീലിയത്തിൽ അടിഞ്ഞുകൂടുകയും അത് ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു വില്ലനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് LDL കൊളസ്ട്രോളിനെ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. പിന്നെ ഇതേപോലെ തന്നെയുള്ളതാണ് ട്രൈഗ്ലിസറൈഡ് ലെവൽ. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ഒക്കെ ട്രൈഗ്ലിസറൈഡായിട്ടാണ് ശരീരത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പം എന്തെങ്കിലും നമ്മളൊരു ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ആഹാരം നിയന്ത്രിക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ട്രൈഗ്ലിസറൈഡ്സിനെ ശരീരം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കൂടുകയും HDLൻ്റെ ലെവൽ കുറയുകയും LDLൻ്റെ ലെവൽ കൂടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസിലേക്ക് നയിക്കുന്നത്. ഈ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ ലെവലുകൾ എങ്ങനെയാണ് ശരീരത്തിലെന്ന് നോക്കാം. അതിൽ ഒരു ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ 200-ൽ താഴെയാണെങ്കിൽ വളരെ നോർമലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതൊരു 200-നും 230-നും ഇടയിലൊക്കെ ആണെങ്കിൽ ഒരു ബോർഡർ ലൈൻ ഹൈ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ആണ്. 250-ന് മുകളിലേക്ക് പോകുന്നതാണ് ഒരു ഹൈ റിസ്ക് ഫാക്ടറിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ. HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ 40-ന് താഴെയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പം അതിൻ്റെ ഒരു നോർമൽ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ 40-ന് മുകളിലും സ്ത്രീകളിൽ 50-ന് മുകളിലുമാണ് ഒരു നോർമൽ കാറ്റഗറി എന്ന് പറയാൻ സാധിക്കുന്നത്. അതേപോലെ LDL കൊളസ്ട്രോൾ അത് 100-ന് താഴെ നിൽക്കുന്നതാണ് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. അത് 100-നും 130-നും 150-നും ഇടയിലേക്ക് എത്തുന്നത് ഒരു ബോർഡർ ലൈൻ ഹൈ ആയിട്ടും 150-ന് മുകളിലേക്കാണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ട്രൈഗ്ലിസറൈഡും 150-ന് താഴെയാണ് നോർമൽ. ഒരു 200-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൊളസ്ട്രോൾ ലെവൽസ്, ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ സാധാരണ പരിശോധിക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാതെ 8 മുതൽ 10 മണിക്കൂർ വരെ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ കൊളസ്ട്രോളിൻ്റെ HDL, LDL, ട്രൈഗ്ലിസറൈഡ് എല്ലാത്തിൻ്റെയും ഒരു ലെവൽ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് ആഹാര നിയന്ത്രണവും എക്സസൈസും വഴി കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമോ, അതല്ല മരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് പോയാൽ മാത്രമേ കൊളസ്ട്രോൾ വരുതിയിലാവുകയുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഇപ്പം ആയുർവേദ ചികിത്സയിലാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും മേധോഹര ചികിത്സകളാണ് കൊളസ്ട്രോളിൽ പൊതുവെ അവലംബിക്കാറുള്ളത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം വേങ്ങാക്കാതൽ അല്ലെങ്കിൽ ത്രിഫല, ഗുഗുലു,
പോലെയുള്ള മരുന്നുകൾ, ലോഹം ഒക്കെ ചേർന്നിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൂടുതലും കൊളസ്ട്രോളിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ വരണാതി കഷായം അല്ലെങ്കിൽ ഗുഗ്ലതിക്തകം കഷായം, ഗുഗ്ലു പഞ്ചബല ചൂർണം, ത്രിഫല ചൂർണം പോലെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലഘുപഞ്ചമൂലം അല്ലെങ്കിൽ ഗുളൂച്ചിയാതി പോലെയുള്ള മരുന്നുകൾ നമ്മൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കൊളസ്ട്രോളിന് ആയുർവേദ ചികിത്സ അവലംബിക്കുന്ന ഒരു രോഗി കൃത്യമായിട്ടൊരു ഡോക്ടറുടെ മോണിറ്ററിങ് കൂടാതെ ചികിത്സിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കാറുണ്ട്. കാരണം പലപ്പോഴും കൃത്യമായിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി അതിൻ്റെ റേഞ്ചസ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചികിത്സ, ഇത് ആയുർവേദ ചികിത്സ മതിയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ വരുത്താൻ പറ്റുമോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം ഉദ്വർത്തനം പോലെയൊക്കെയുള്ള ചികിത്സാ മുറകൾ, അതായത് മേധോഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ നമ്മൾ ശരീരത്തിൽ പ്രതിലോമമായിട്ട് തിരുമുന്ന ഉദ്വർത്തന ചികിത്സ, അതുപോലെ പഞ്ചകർമ്മ ചികിത്സകളിൽ വരുന്ന വമനം, വിരേചനം, ലേഖന വസ്തി വിവിധ തരത്തിലുള്ള മേധോഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വസ്തി പ്രക്രിയകളൊക്കെ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ കൊളസ്ട്രോളിന് നമ്മൾ ഇപ്പം മരുന്ന് ചികിത്സ കൂടാതെ മരുന്നിൻ്റെ ആവശ്യം വരുന്നത് ഒരു ഹൈ കാറ്റഗറിയിലേക്ക് പോകുമ്പോഴാണ്. ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഏത് തരം ചികിത്സ അവലംബിക്കുകയാണെങ്കിലും നമുക്ക് മരുന്നില്ലാതെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് മരുന്ന് ചികിത്സയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ബോർഡർ ലൈൻ ഹൈയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആഹാര നിയന്ത്രണം വഴി കൊളസ്ട്രോളിനെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രി കഴിക്കുന്ന ആഹാരം കൊഴുപ്പുള്ളതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു 2 മണിക്കൂർ കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നെയെങ്കിലും ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ രാത്രി കഴിക്കുന്ന ആഹാരം ഡയറക്റ്റ് കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് അടിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ പച്ചക്കറികളും നാരുകളും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ ആഗിരണത്തെ കുറയ്ക്കുകയും അത് മലത്തിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലക്കറികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ല്യൂട്ടിൻ, കരോട്ടിൻ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ആഗിരണത്തെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ആപ്പിൾ, പിയർ പോലെയുള്ള ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ നാരുകൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ആഗിരണത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പം ബ്രൊക്കോളി, മധുരക്കിഴങ്ങ് പോലെയുള്ള ആഹാരങ്ങളിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ പറ്റുന്ന തരത്തിലുള്ള നാരുകളാണ്. അത് കൊളസ്ട്രോളിൻ്റെ ആഗിരണത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ചില ആഹാരങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. അത് പ്രധാനമായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ആഹാരങ്ങൾ, ഇപ്പം ചാള, അയല, ഇപ്പോൾ ചൂര പോലുള്ള മീനുകൾ, അതേപോലെ തന്നെ നമ്മുടെ ചിയ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നമുക്ക് HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ നമ്മളിപ്പം കൂടുതലും മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ രാത്രിയിൽ ശീലമാക്കുന്നത് കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഓട്സ് പോലെയുള്ള ആഹാരങ്ങൾ രാത്രിയിൽ ശീലമാക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കാരണം അതിലടങ്ങിയിരിക്കുന്ന ബീറ്റ ഗ്ലൂക്കോഗൺ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ആഗിരണത്തെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആഹാര നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അതേപോലെ ആഹാര നിയന്ത്രണത്തോടൊപ്പം വേണ്ടത് തന്നെയാണ് വ്യായാമ മുറകൾ. വ്യായാമത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം ഒരു 45 മിനിറ്റെങ്കിലും കൃത്യമായിട്ട് നല്ല ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ്, നീന്തൽ പോലെയുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് എപ്പോഴും കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ലെവൽ കുറയ്ക്കാനും അതേപോലെ HDL ലെവൽ കൂട്ടാനും വ്യായാമം ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും ഒരു എക്സസൈസ് പാറ്റേണും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ മരുന്നില്ലാതെ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. എന്നാൽ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുക, അതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായിരിക്കുക, പിന്നെ പുകവലി, മദ്യപാനം എന്നിവ ശീലമുള്ളവരിൽ, ഇപ്പം മദ്യപാനികളിലൊക്കെ ആണെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ലിവറിൽ ഡയറക്റ്റായിട്ട് കൊളസ്ട്രോളായിട്ടും ട്രൈഗ്ലിസറൈഡായിട്ടും കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം നമ്മളൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകൾ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് സേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരിൽ ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എത്രയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ നമ്മൾ നോർമൽസിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.